أهلين يا أبنائي السلام عليكم كيف حالكم എന്താണ് സുഖാണോ സെയിൻ സെയിൻ അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലേ? നിങ്ങളൊക്കെ കാണാനും മാഷിന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ കുറേ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള കുട്ടികളല്ലേ? എന്നാലും മാഷ് വേറൊരു സുന്ദരി കുട്ടീൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. നോക്ക്, കണ്ടോ? ഈ സുന്ദരി കുട്ടീനെ നിങ്ങൾക്ക് അറിയല്ലോ അല്ലേ? നിങ്ങൾക്കറിയാം. എന്നാലും മാഷൊന്ന് ചോദിക്കട്ടെ, ആരാണ്? ഫർഹയാണല്ലേ? നമ്മുടെ ഫർഹയാണ്. ഫർഹൻ്റെ കയ്യിലെന്തോന്നുണ്ടല്ലോ. കയ്യിലൊരു പാത്രം ഉണ്ട് അല്ലേ? പാത്രത്തിൽ എന്തോ ഉണ്ട്. എന്താണ്? ഒരു കേക്കാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമല്ലേ കേക്ക്? ഇനി നല്ല രസമുള്ള കാര്യം പറയാനുണ്ട്. അത് പറയണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് പറയണം. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെന്ത് പഠിച്ചു? നമ്മുടെ ഒരു ഫർഹ് അല്ലേ? ഒരു കുഞ്ഞിക്കിളി. ആ കുഞ്ഞിക്കിളി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ കുഞ്ഞിക്കിളിയുടെ കരച്ചിൽ കേട്ടപ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കര വിഷമായി അല്ലേ? സങ്കടമായി. എങ്ങനെയാണ് കുഞ്ഞിക്കിളി കരഞ്ഞത്? എങ്ങനെയാണ്? ആരോ പറഞ്ഞല്ലോ, കീ 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 അല്ലേ? അന്ന് നമ്മൾ ആ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ എടുത്തത്? നമ്മൾ പുറത്ത് ചെറിയ കുറച്ച് കാടും കുറച്ച് പുല്ലുകളും നല്ല പച്ച പുൽമേടൊക്കെ ഉള്ള നല്ലൊരു രസകരമായൊരു സ്ഥലത്തു നിന്നല്ലേ അന്ന് നമ്മൾ ക്ലാസ് എടുത്തത്? ഇങ്ങനെയാണോ? അല്ലേ? നമ്മൾ പുറത്ത് പോയിട്ട് നല്ല രസകരമായ സ്ഥലത്തു നിന്നാണ്. എന്തിനാണ് അന്ന് അങ്ങനെ ക്ലാസ് എടുത്തത്? പല പക്ഷികളെയും സൗത്ത് കേൾക്കാൻ വേണ്ടി അല്ലേ? മാമാന സൗത്ത്, സൗണ്ട്, അവരെ ശബ്ദം അല്ലേ? ആ കിളികളെയും ചില മൃഗങ്ങളെയും ഒക്കെ സൗത്ത് കേൾക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തൊക്കെ പോയി ക്ലാസ് എടുത്തത്. അന്ന് നമ്മൾ പല കിളികളെയും സൗത്ത് കേട്ടു. നല്ല രസകരമായ നല്ല പച്ച പുൽമേടുള്ള കാഴ്ചകളൊക്കെ കണ്ടു അല്ലേ? ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ക്ലാസ് എടുത്തു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശരിക്കും ഓർമ്മ ഉണ്ടാവും. അന്ന് നമ്മളെ കുഞ്ഞിക്കിളി ഫർഹ് അല്ലേ? ഫർഹിൻ്റെ കരച്ചിൽ മാത്രമല്ല, പിന്നെ കാക്ക കരയുന്നത്, ഉറാബ് കരയുന്നത് അല്ലേ? എങ്ങനെയാണ് ഉറാബ് കരയുക? ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഉറാബ് കരയുക? ഉറാബുൻ കാ കാ കാ. പിന്നെ സോഹദ്ദീക്കു അല്ലേ? നമ്മളെ ദീക്ക് സോഹദ്ദീക്കു കൂ കൂ കൂ. അങ്ങനെ നമ്മൾ പല ആളുകളുടെയും ശബ്ദം അന്ന് നമ്മൾ കേട്ടു, പഠിച്ചു, പാട്ട് പാടി, അതൊക്കെ എഴുതി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തില്ലേ? അങ്ങനെ നമ്മൾ അന്ന് ക്ലാസ് എടുത്തപ്പോൾ നമ്മളെ മുന്നിലൊരു സങ്കടം ഉണ്ടായിരുന്നല്ലോ. എന്താണ്? നമ്മളെ പാവം ഫർഹ് കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആ ഫർഹിൻ്റെ കരച്ചിലൊന്ന് മാറ്റണ്ടേ? അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ആരൊക്കെയാണ് അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത്? നമ്മുടെ ഫർഹയും കൂട്ടുകാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ഫർഹ മിടുക്കിയായ സുന്ദരി കുട്ടിയാണ്, എല്ലാവർക്കും അറിയല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താ, നല്ല ഒരു സ്വഭാവമുള്ള കുട്ടിയും കൂടിയാണ് നമ്മളെ ഫർഹ. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഫർഹിന് എങ്ങനെയാണ് ഫർഹിൻ്റെ കരച്ചിലൊന്ന് നിർത്തുക എന്ന് ആലോചിച്ച് ഫർഹ ചെയ്ത കാര്യമാണ് നേരത്തെ ചിത്രത്തിൽ കണ്ട കേക്ക്. ഈ കേക്ക് ഈ ഫർഹിന് കൊണ്ടുപോയി കൊടുക്കാമെന്ന് കരുതി. ചിലപ്പോൾ വിശന്നിരിക്കുമാവും അല്ലേ? എന്താണെന്നറിയില്ല. ആ കുഞ്ഞിക്കിളിയുടെ ഫർഹിൻ്റെ അമ്മക്കിളിയൊന്നും നമുക്കവിടെ കാണില്ല അല്ലേ? അപ്പോൾ ചിലപ്പോൾ വിശന്നിട്ടിരിക്കുമാവും. അങ്ങനെ എന്ത് ചെയ്തു? നമ്മളെ ഫർഹ ഈ ഫർഹിന് ഒരു കേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. പക്ഷേ ഈ കേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് വേറൊരാൾ നോക്കിയിരിക്കുന്നുണ്ട്. ആരാന്നറിയോ? ഒരു ഷജറത്തിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ നോക്കുകയാണ്. ആരാ? ഒന്ന് നോക്ക്, കണ്ടോ? കണ്ടല്ലോ എല്ലാവരും. ഇനി എന്താണ് ബാക്കി കഥ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി എല്ലാവരും ഈ ചിത്രത്തിലേക്കൊന്ന് നോക്ക്. കണ്ടോ? എന്താ കാണുന്നത്? നമ്മുടെ ഫർഹിനുള്ള കേക്കുമായിട്ട് അങ്ങനെ വരികയാണ് അല്ലേ? മനസ്സിൽ
ഫർഹ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ കേക്ക് ഫർഹിന് കൊടുത്തിട്ട് അവൻ്റെ കരച്ചിൽ മാറ്റണം. അതങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ തൊട്ടടുത്ത് ഷജറത്തിൽ നിന്നും നേരത്തെ പറഞ്ഞ ആൾ ആരാണ്? ഉറാബ് ഇങ്ങനെ നോക്കിയിരിക്കുക. എന്തിനാ? ആ കേക്ക് കൊത്തി കൊണ്ടുപോകാനും വേണ്ടിയിട്ട്. അങ്ങനെ അടുത്ത ചിത്രം നോക്ക്, കണ്ടോ? അതിലെന്താ ചെയ്യുന്നത്? ആ ചിത്രത്തിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഈ ഉറാബ് മനസ്സിൽ പറയാണ്, ഹക്കൻ ഹസൽത്തു, എനിക്ക് കിട്ടി, ഈ കേക്ക് എന്തായാലും എനിക്ക് കിട്ടി എന്നെങ്ങനെ മനസ്സിൽ കരുതിയിട്ട് അതിനടുത്തേക്ക് ഒരൊറ്റ പറക്കല, കേക്കിനടുത്തേക്ക്. കേക്ക് ആരുടെ കയ്യിലുള്ളത്? ഫർഹയുടെ കയ്യിൽ. അപ്പോൾ നോക്കുക അടുത്ത ചിത്രം. എന്ത് ചെയ്തു നമ്മളെ ഫർഹ? നേരത്തെ പറഞ്ഞല്ലോ, നല്ല ബുദ്ധിമതിയായിട്ടുള്ള കുട്ടിയാണ് ആര്? ഫർഹ ബിൻതുൻ സക്കിയ, നല്ല ബുദ്ധിമതിയായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത്, ഫർഹ നേരത്തെ കണ്ട് ഉറാബ് ഇങ്ങനെ ഇതിലേക്ക് നോക്കിയിരിക്കുകയാണ്, കേക്കിലേക്ക്. അതുകൊണ്ട് എന്ത് ചെയ്ത്, ഉറാബ് അവിടുന്ന് പറക്കാൻ ഒരുങ്ങിയ സമയത്ത് തന്നെ എന്ത് ചെയ്തു, കേക്കിൻ്റെ പാത്രം ബാക്കിലേക്ക് അങ്ങോട്ട് പിടിച്ചു. കണ്ടില്ലേ? അപ്പോഴാണ് ഉറാബിന് മനസ്സിലായത് അമളി പറ്റി. അപ്പോൾ ഉറാബ് എന്തായാലും ഈ കേക്ക് എനിക്ക് കിട്ടി എന്ന് ഉറപ്പിച്ചിട്ടാണ് ഇത് തട്ടിയെടുക്കാൻ വരുന്നത് അല്ലേ. പക്ഷേ നമ്മുടെ ഫർഹ അത് ബാക്കിലേക്ക് പിടിച്ചതുകൊണ്ട് കിട്ടില്ല അല്ലേ. അങ്ങനെ നാണിച്ച് വളരെ സങ്കടത്തോടു കൂടി ഉറാബ് പറന്നുപോയി അല്ലേ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ അല്ലേ? ആരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കാൻ പറ്റുമോ നമ്മൾ? ഇല്ല. ഉറാബ് ചെയ്തത് ശരിയാണോ? അല്ല, തെറ്റാണ്. പക്ഷേ ഉറാബിന് കിട്ടിയില്ല, അതുകൊണ്ട് നമുക്കും സന്തോഷമായി അല്ലേ. എന്തിനാണ് ഈ കേക്കുമായിട്ട് ഫർഹ പോകുന്നത്? നമ്മളാ പാവം ഫർഹിന്, കുഞ്ഞിക്കിളിക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ് അല്ലേ. എന്നാൽ ഈ പാഠഭാഗം, ഈ കഥ നമ്മളെ പാഠപുസ്തകത്തിലുണ്ട്. എല്ലാവരും 45-ാമത്തെ പേജ് ഒന്ന് എടുക്കി. എല്ലാവരും 45-ാമത്തെ പേജ് എടുത്തല്ലോ അല്ലേ. നമ്മൾ ഇതുവരെ പറഞ്ഞ ആ കഥ നമുക്കൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. ബിൻതുൻ സക്കിയത്തുൻ, നമുക്കറിയാം ബിൻത്ത് പെൺകുട്ടിയാണ് അല്ലേ. ബിൻതുൻ സക്കിയത്തുൻ, നല്ല ബുദ്ധിമതിയായിട്ടുള്ള ഒരു പെൺകുട്ടി. നമുക്കറിയാം ആരാ പെൺകുട്ടി? നമ്മുടെ ഫർഹയാണ് അല്ലേ. ഫർഹ വരുന്നു കാക്കുമായിട്ട്. കാക്ക് കണ്ടോ? കാക്ക്. ഫർഹ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വരികയാണ്, ഈ കേക്ക് ഫർഹിന് കൊടുക്കണം. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഇവിടെ ആരെ കാണുന്നത്? ഇവിടെ ഉറാബ് ആ കാക്കും നോക്കി അങ്ങനെ നിൽക്കുകയാണ്, അത് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ടില്ലേ. ഇനി അടുത്ത ചിത്രം നോക്കുക. അവിടെ അങ്ങനെ ഷജറത്തിൽ നിന്നും ഉറാബ് കാക്ക് തട്ടിപ്പറിക്കാനും വേണ്ടി പറന്ന് വരികയാണ്. ഇത് നമ്മുടെ ഫർഹ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഉറാബ് വരും. അപ്പോൾ എന്താണ് ഉറാബ് വരുന്ന നേരത്ത് ഉറാബ് എന്താ പറയുന്നത്? ഹക്കൻ ഹസൽത്തു, എന്തായാലും ഇതെനിക്ക് കിട്ടിയത് തന്നെ, കിട്ടി എന്ന് ഉറപ്പിച്ച് വരികയാണ് ഉറാബ് അല്ലേ. ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കുക. എന്താ? ഉറാബ് അടുത്തെത്താറായപ്പോഴേക്ക് എന്ത് ചെയ്തു? കാക്കും ആ പാത്രമൊക്കെ പിന്നിലേക്ക് പിടിച്ചു. കണ്ടില്ല എല്ലാവരും? നമ്മുടെ ഫർഹ ആ കേക്കും പാത്രമൊക്കെ പിന്നിലേക്ക് പിടിച്ചു. അപ്പോൾ എന്തായി അടുത്ത ചിത്രം? നിരാശനായിട്ട് അങ്ങനെ മടങ്ങിപ്പോയി നമ്മുടെ ഉറാബ് അല്ലേ. ഉറാബിന് മനസ്സിലായി ആരുടെയെങ്കിലും കയ്യിലുള്ള ഒന്നും നമുക്ക് തട്ടിപ്പറിക്കാൻ പറ്റൂല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഫർഹ ചോദിക്കുകയാണ്, മാദാ ഹസൽത്ത, എന്താ നിനക്ക് കിട്ടിയേ? എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കഥ നമുക്ക് മനസ്സിലായി, നമ്മുടെ പാഠഭാഗത്തുള്ള. ഇനി ഈ കഥ മാഷിന് നിങ്ങൾ ഇതിലേറെ ഭംഗിയായിട്ട് പറഞ്ഞു തരണം. നിങ്ങൾക്ക് ഇതിലേറെ ഭംഗിയായിട്ട് പറയാൻ കഴിയും, മാഷിനറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇതിലേറെ ഭംഗിയായിട്ട് തന്നെ മാഷിന് പറഞ്ഞു തരണം. തമാം. ഇനി മാഷ് നിങ്ങൾക്ക് വേറൊരു ചിത്രം കാണിച്ചു തരാം. ഒന്ന് നോക്കെല്ലാവരും.
കണ്ടോ? ആരാണ്? നമ്മളെ ഫർഹ് അല്ലേ? നേരത്തെ നമ്മൾ കണ്ട ചിത്രം പോലെയാണോ? അല്ല, അതിലുള്ള പോലെയല്ല. അതിൽ നമ്മുടെ ഫർഹ് കരയാണ്. ഇപ്പോഴോ? ഈ ചിത്രത്തിലോ? നല്ല സന്തോഷത്തോടു കൂടി പുഞ്ചിരിക്കുകയാണ് അല്ലേ നമ്മുടെ ഫർഹ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഫർഹിനെ? എന്തുകൊണ്ടാണ് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് ഫർഹ്? എന്തുകൊണ്ടാണ്? ഫർഹിൻ്റെ കയ്യിൽ എന്തോ ഒന്നുണ്ട് അല്ലേ? എന്താണ്? മാദാ ഫീ യദിൽ ഫർഹ്? എന്താ ഉള്ളത്? ഒരു കേക്ക് ഉണ്ട് അല്ലേ? ഒരു കേക്ക് ഉണ്ട്. കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കേക്ക്. നമ്മൾ പാഠഭാഗത്ത് പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ ഒരു കേക്ക് ഉണ്ട്. ആര് കൊടുത്തതാ? നമ്മുടെ ഫർഹ കൊടുത്ത കേക്ക്. അപ്പോൾ ആ കേക്ക് കിട്ടിയപ്പോൾ, ഫർഹ സമ്മാനമായി കൊടുത്ത കേക്ക് കിട്ടിയപ്പോൾ ഫർഹിന് സന്തോഷമായി. അത് മാത്രമല്ല, ഈ ഫർഹയോട് അല്ലേ കേക്കൊക്കെ കൊണ്ടുപോയി കൊടുത്ത് നല്ല സ്നേഹത്തോട് പെരുമാറിയ ഈ ഫർഹയോട് ഫർഹിന് വലിയ ഇഷ്ടമായി. അങ്ങനെ ഫർഹയോട് ഫർഹ് എന്ത് പറഞ്ഞു അറിയോ? അന ഉഹിബു ഫർഹ. അന ഉഹിബു ഫർഹ. എന്താ അങ്ങനെ പറഞ്ഞാൽ? അന എല്ലാവർക്കും അറിയാം. അന എന്താണ്? ഞാൻ അല്ലേ? ഞാൻ. അന ഉഹിബു ഫർഹ. എനിക്ക് ഫർഹയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. എനിക്ക് ഫർഹയോട് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. എങ്ങനെ പറയാം? അന ഉഹിബു ഫർഹ. എങ്ങനെയാണ് ഫർഹ് ഫർഹയോട് പറയുക എന്ന് എല്ലാവരും ഒന്നും കൂടി പറയും. അന ഉഹിബു ഫർഹ. മാഷ് ഒന്നും കൂടി പറഞ്ഞുതരാം, എല്ലാവരും പറയണം. അന ഉഹിബു ഫർഹ. ഒന്നും കൂടി. അന ഉഹിബു ഫർഹ. ഇനി ഇത് ചേർത്ത് പറയാം. അന ഉഹിബു ഫർഹ. പറയ്. ഒന്നും കൂടി. അന ഉഹിബു ഫർഹ. എല്ലാവരും നല്ല ഭംഗിയായിട്ട് പറഞ്ഞല്ലോ അല്ലേ? നല്ല കുട്ടികളാണ്. എന്നാൽ ഇപ്പോൾ ഫർഹിന് ഫർഹയെ പറ്റിയാണ് ഫർഹ് പറഞ്ഞത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭക്ഷണമൊക്കെ തരുന്നില്ലേ നമ്മളെ ഉമ്മ? ഭക്ഷണമൊക്കെ പാകം ചെയ്ത് തരും. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഉമ്മാനെ എങ്ങനെ പറയും? ഉമ്മായോട് നമ്മളെങ്ങനെ പറയും? എനിക്ക് ഉമ്മായെ ഇഷ്ടമാണെന്ന് എങ്ങനെ പറയും? ഒന്ന് പറയും. അന ഉഹിബു ഉമ്മി. എനിക്കെൻ്റെ ഉമ്മായെ ഇഷ്ടമാണ് എന്ന് പറയും അല്ലേ? അന ഉഹിബു ഉമ്മി. അങ്ങനെയാണെങ്കിൽ ഉപ്പാനെ ഇഷ്ടമാണെന്ന് എങ്ങനെ പറയും? എളുപ്പം. ആരോ പറയണ്ടല്ലോ, അന ഉഹിബു. ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. മാഷിന് നിങ്ങളെല്ലാവരും ഇഷ്ടമാണ്. നിങ്ങളെല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് മാഷിന്, എല്ലാ കുട്ടികളെയും. കാരണം എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വിടുന്ന കുട്ടികളാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ കഥകളൊക്കെ പറഞ്ഞു തരുന്ന മാഷിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നാൽ എങ്ങനെ പറയും? മുദരിസ് എന്ന് പറഞ്ഞാൽ മതി. അധ്യാപകൻ എന്താ പറയുക? മുദരിസ്. എങ്ങനെ പറയും? നിങ്ങൾ ഓരോരുത്തരും പറയാം, മുദരിസിനെ ഞങ്ങൾക്കിഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, എൻ്റെ മുദരിസിനെ, എൻ്റെ അധ്യാപകനെ, എൻ്റെ മാഷെ എന്നെങ്ങനെ പറയും? ആരോ പറയുന്നുണ്ടല്ലോ. ശരിയാണ്. അന ഉഹിബു മുദരിസി. അന ഉഹിബു മുദരിസി. ഒന്നെല്ലാവരും ഒന്ന് പറയും. ഒരു വട്ടം കൂടി മാഷ് പറഞ്ഞുതരാം. അന ഉഹിബു മുദരിസി. തമാം, മുംതാസ്. അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഞാൻ ഒരു ചിത്രം കാണിച്ചു തരാം, അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് പറയണം. കണ്ടോ? എന്താണ്? ഫനസ് അല്ലേ? എന്താണ്? ഫനസ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഫനസ്? എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ എങ്ങനെ പറയും? ഫനസ് എനിക്കിഷ്ടമാണെന്ന് എങ്ങനെ പറയും? ശരിയാണ്. ഇപ്പം എല്ലാ കുട്ടികളും പറയാൻ പഠിച്ചു അല്ലേ? എങ്ങനെയാണ്? അന ഉഹിബു ഫനസ്. എങ്ങനെ പറയാ? അന ഉഹിബു ഫനസ്. ഇനി മാഷ് വേറൊരു ചിത്രം കാണിച്ചു തരാം, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് പറയണം കേട്ടോ. കണ്ടോ? എന്താണ്? തുഫാഹ് അല്ലേ? ആപ്പിൾ.
നിങ്ങൾക്കെല്ലാവർക്കും തുഫാഹ് ഇഷ്ടമല്ലേ? അപ്പോൾ എങ്ങനെ പറയും? അന ഉഹിബു തുഫാഹ്. ഒന്ന് പറയും, അന ഉഹിബു തുഫാഹ്. എന്നാൽ വേറൊരാളെ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ്. നോക്ക്, ഒന്ന് പറയും. ആരാണ്? അർണബ് അല്ലേ? എങ്ങനെ പറയും? അർണബിനെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്ന് എങ്ങനെ പറയും? ഒന്ന് പറയും. മുംതാസ്. ഒന്നും കൂടി പറയും എല്ലാവരും, കുറച്ച് കുട്ടികളും കൂടി പറയാൻ ബാക്കിയുണ്ട്. ആ, തമാം. അന ഉഹിബു അർണബ്. അന ഉഹിബു അർണബ്. ഇനിതാ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് അല്ലേ? മാഞ്ച അല്ലെങ്കിൽ അമ്പജ് എന്നും പറയാം. അമ്പജ് എങ്ങനെ പറയും? അന ഉഹിബു അമ്പജ്. എല്ലാവരും പഠിച്ചല്ലോ. അപ്പോൾ ഇനി ഇന്ന് വീട്ടിൽ ഉമ്മ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് തരുമ്പോൾ ആ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉമ്മാനോട് പറയണം, ഉമ്മ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അങ്ങനെയാണോ പറയേണ്ടത്? അറബിയിൽ തന്നെ ആദ്യം പറയാം, അന ഉഹിബു ഉമ്മി. ഉമ്മാക്കൊരു ഒരു ഷെയ്ക്കൻഡ് കൊടുക്കുക. എന്നിട്ട് പറയാം, അന ഉഹിബു ഉമ്മി. അപ്പോൾ ഉമ്മ എന്താ നീ പറഞ്ഞത്, ഉമ്മാക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മളെന്ത് പറയണം? അന ഉഹിബു ഉമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് എന്ന് ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഉപ്പാനോടും വീട്ടിൽ ജദ്ദുണ്ടെങ്കിൽ ജദ്ദിനോടും ജദ്ദത്തിനോടും എല്ലാവരോടും പറയാം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഇന്ന് ഓരോരുത്തരോടും നിങ്ങൾ അവരെ ഇഷ്ടമാണ് എന്ന് പറയണം. അപ്പോൾ അവർക്ക് നിങ്ങളെയും ഇഷ്ടമാവും. എല്ലാവരും തയ്യാറല്ലേ? റെഡിയാണല്ലേ? എന്നാൽ ഈ പാഠഭാഗം, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പാഠപുസ്തകത്തിലെ 46-ാമത്തെ പേജിലുണ്ട്. ഒന്ന് നോക്കിയാലോ? എല്ലാവരും 46-ാമത്തെ പേജ് എടുത്തല്ലോ. നമ്മുടെ ഫർഹിന് എല്ലാവർക്കും ഇവിടെ കാണാം അല്ലേ? നല്ല സന്തോഷിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുകയാണ് ആര്? ഫർഹ്. എന്താ കാരണം? കയ്യിൽ എന്തോ ഉണ്ടല്ലോ. എന്താണ്? മദാഫിയദിൽ ഫർഹ്. ഫർഹിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഫിയദിൽ ഫർഹ് കാക്ക്. എന്താ ഉള്ളത്? കാക്ക് ഉണ്ട്, കേക്ക് ഉണ്ട് അല്ലേ? അപ്പോൾ ഫർഹിന് കേക്കൊക്കെ കൊണ്ടുപോയി കൊടുത്ത സന്തോഷത്തിലാണ്. ഫർഹയോട് അതുകൊണ്ട് തന്നെ ഫർഹിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്താ ഫർഹ് പറയുന്നത് നമുക്ക് നോക്കാം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അന ഉഹിബു ഫർഹ. അന ഉഹിബു ഫർഹ. എനിക്ക് ഫർഹയെ ഇഷ്ടമാണ്. അന ഉഹിബു ഫർഹ. അല്ലെങ്കിൽ ഞാൻ ഫർഹയെ ഇഷ്ടപ്പെടുന്നു. അന ഉഹിബു ഫർഹ. ഞാൻ ഫർഹയെ ഇഷ്ടപ്പെടുന്നു. ഇവിടെ നമുക്ക് ഒരു പുതിയ അക്ഷരം ഉണ്ടല്ലോ, അഹ്മർ നിറത്തിൽ. ഫ അല്ലേ? ഈ അക്ഷരം നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. ഫ ഉപയോഗിച്ചുള്ള വാക്കുകൾ നിങ്ങൾ നോട്ട് ബുക്കിൽ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത്രയും വാക്കുകൾ എഴുതാം. നമ്മളെ ഈ പാഠഭാഗത്ത് തന്നെ 3 വാക്കുകൾ ഫ ഉപയോഗിച്ചിട്ടുണ്ട്. ഫർഹ 3 അല്ല 4 വാക്കുകളുണ്ട്. ഫർഹ, ഫർഹ്, പിന്നെ ഫനസ്, തുഫാഹ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് എഴുതണം കേട്ടോ. ഇനി ഇതൊന്നും എല്ലാവരും ഒന്ന് വായിക്കി. അന ഉഹിബു ഫർഹ. എല്ലാവരും നല്ല ഉച്ചത്തിൽ വായിക്കണം, മാഷിൻ്റെ കേൾക്കണം. ചില കുട്ടികളൊക്കെ മെല്ലെ വായിക്കണം. അന ഉഹിബു ഫർഹ. തമാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതുകൊണ്ട് കൂടുതൽ വിവരിക്കണ്ട അല്ലേ? ഇവിടെ നമ്മൾ ഫനസ് കാണുന്നുണ്ട്. അന ഉഹിബു എന്ന് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താ എഴുതേണ്ടത്? ഫനസിൻ. അന ഉഹിബു ഫനസിൻ. അതേപോലെ ബാക്കിയുള്ളതൊക്കെ ചിത്രങ്ങൾ നോക്കി നിങ്ങൾ തന്നെ തെറ്റാതെ, ഇനി ഏതെങ്കിലും എഴുതുമ്പോൾ നിങ്ങൾക്ക് തെറ്റും എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ ബാക്കിൽ പാഠഭാഗം, കഴിഞ്ഞ പാഠഭാഗം നോക്കുക. അവിടെ ഉണ്ട്, ഇതൊക്കെ ഓരോന്നുണ്ട് അല്ലേ എഴുതിയത് എങ്ങനെയാണ്. അപ്പോൾ നോക്കി തെറ്റാതെ ഇവിടെ എഴുതുക. ചിത്രങ്ങൾ നോക്കി തെറ്റാതെ ഭംഗിയായിട്ട് എഴുതുക. മാഷ് ഇത് പറഞ്ഞു തരണില്ല കേട്ടോ. അന ഒഹിബു എന്ന് മാത്രമേ ഇവിടെയൊക്കെ ഉള്ളൂ. പിന്നെ ഇതാ അന ഒഹിബു, ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? അന ഒഹിബു എന്ന് മാത്രമേ ഉള്ളൂ. ആളെ പേരും ഇവിടെ എഴുതി ചേർക്കുക. തെറ്റാതെ എഴുതണം. തയ്യാറാണല്ലോ? എല്ലാവരും നല്ല കുട്ടികളാണല്ലോ. നേരത്തെ പഠിച്ച ചിത്രങ്ങളല്ലേ, പേരുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല ഭംഗിയായിട്ട് എഴുതുക. തമാം.
ഇനി നമുക്ക് ഫ എന്ന അക്ഷരവും ഫ ഫി ഫു എന്നും ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? നമ്മൾ രസകരമായ ഒരു കഥയും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്തു. പിന്നെ ഒരു പ്രധാന കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? നമുക്കൊരാളെ ഇഷ്ടമാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാൻ നമ്മൾ അറബിയിൽ പറയാൻ പഠിച്ചു. പ്രത്യേകിച്ചും എങ്ങനെ പറയുക? ഫർഹയെക്കുറിച്ച് എങ്ങനെ പറഞ്ഞത്? അന ഉഹിബ്ബു ഫർഹാൻ. അതേപോലെ ഫനസ് ഇഷ്ടമാണെന്ന് എങ്ങനെ പറയാം? അന ഉഹിബ്ബു ഫനസ്. ഇങ്ങനെ നമ്മൾ പലതും പഠിച്ചു അല്ലേ? ഇതൊക്കെ നീ നമ്മളെ വീട്ടിൽ നമ്മൾ ഉമ്മാനോടും ഉപ്പാനോടും ഉമ്മിനോടും അബിനോടും ജദ്ദിനോടും ജദ്ദത്തിനോടൊക്കെ പറയും അല്ലേ? പിന്നെ ആ പാഠഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഫ എന്ന അക്ഷരം അല്ലേ? അഹ്മർ നിറത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പാഠഭാഗത്ത് ഫ പഠിക്കണം. അതുകൊണ്ടാണ് അവിടെ അഹ്മർ നിറത്തിൽ ഫ എഴുതി കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഫ ഉപയോഗിച്ചുള്ള വാക്കുകൾ ഇവിടെ നമ്മൾ ഫർഹും തുഫാഹും ഫനസും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിലൊക്കെ ഫ ഉണ്ട്. അതുപോലെയുള്ള വാക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? കൂടുതൽ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രവർത്തനങ്ങൾ പറയാം. ഒന്ന്, കേക്കുമായിട്ട് പോകുന്ന ഫർഹയുടെ ഖുറാബിൻ്റെയും കഥ എല്ലാവരും ആ ചിത്രം ഒന്ന് നോക്കിയിട്ട് ആ ചിത്രത്തിൽ ഇങ്ങനെ കാണിച്ച് തന്നുകൊണ്ട് മാഷിന് കഥ പറഞ്ഞു തരണം. അത് വീഡിയോ എടുക്കണം. എല്ലാവരും ആ കഥ ഇങ്ങനെ ഓരോ ചിത്രം നോക്കി നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു തന്നാൽ മതി. എന്നിട്ട് അതങ്ങനെ ആ കഥ മുഴുവനൊന്ന് പറഞ്ഞു തരുന്നത് വീഡിയോ എടുത്തിട്ട് മാഷിന് വിട്ടു തരണം. ഗ്രൂപ്പിൽ വിട്ടു തരാം കേട്ടോ, ക്ലാസ് ഗ്രൂപ്പിൽ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, നമ്മുടെ ഈ പേജിലുള്ള പ്രവർത്തനം എല്ലാവരും ചെയ്യണം. അവിടെ ഉണ്ടല്ലോ, നേരത്തെ മാഷ് പറഞ്ഞു തന്നു അല്ലേ? അതൊക്കെ പൂരിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് ഓരോന്നിൻ്റെ നേരെയും എഴുതണം ടെക്സ്റ്റ് ബുക്കിൽ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, അന ഉഹിബ്ബു ഫർഹ എന്ന് മുതൽ താഴെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പൂരിപ്പിച്ച ആ ഭാഗം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കിലേക്കും കൂടി എഴുതണം. ഓരോന്നിൻ്റെയും ചിത്രം വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല ഭംഗിയാവും. അപ്പോൾ എല്ലാവരും ചിത്രം വരച്ചുകൊണ്ട് തന്നെ ആ പൂരിപ്പിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയത് നോട്ട് ബുക്കിലേക്ക് കൂടി എഴുതുക. അങ്ങനെ 3 ചെറിയ പ്രവർത്തനങ്ങളേ എന്നുള്ളൂ. എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്യണം. റെഡിയല്ലേ എല്ലാവരും? തമാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഫർഹ് പേടിച്ച് കരയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഫർഹ് പേടിച്ച് കരയുന്നത്? ആരാണ് അവിടെ വന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലെ പാഠഭാഗത്ത് കാണാം. അപ്പോൾ ആ രസകരമായ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മഷ്കൂർ യാ ബിനായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.